കേരളത്തിലെ ബി.ജെ.പിക്കകത്ത് വലിയ ഗ്രൂപ്പ് തർക്കങ്ങൾ ഉണ്ടാകുന്ന വാർത്ത പുറത്തു വരുന്നുണ്ട്. എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബി.ജെ.പിക്കകത്ത് വലിയ പടലപ്പിണക്കങ്ങൾ ഉണ്ട്, അല്ലെങ്കിൽ ബി.ജെ.പി സംഘടനാപരമായി വലിയ തർക്കങ്ങളിൽപ്പെട്ട് ഉഴലുകയാണെന്ന വാർത്ത നിരന്തരം നമുക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നും ഇന്നലെയുമായി ദൃശ്യമാധ്യമങ്ങളടക്കം ഈ വാർത്ത പുറത്തുവിടുകയും ചെയ്തു. അതായത് 2019 മുതൽ ബി.ജെ.പിയെ കേരളത്തിൽ നയിച്ചിരുന്നത് കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന നേതാവാണ്. കെ സുരേന്ദ്രൻ ABVP-യിലൂടെ കടന്നു വന്ന് അവരുടെ വിദ്യാർത്ഥി സംഘടനയായ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിലൂടെ കടന്നു വന്ന് യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനായ ബി.ജെ.പിയുടെ നേതൃനിരയിലെത്തിയത്. എന്നാൽ കെ സുരേന്ദ്രനെ മാറ്റി ബി.ജെ.പിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷനായി കൊണ്ടുവന്നത് രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒരു വ്യവസായിയാണ്. അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ കാര്യമായി വിദ്യാർത്ഥി സംഘടനയിലോ യുവജന സംഘടനയിലോ പ്രവർത്തിച്ച പാരമ്പര്യമൊന്നും തന്നെയില്ല. അദ്ദേഹം ഒരു വ്യവസായിയാണ്. കർണാടകയിൽ നിന്ന് അദ്ദേഹം രാജ്യസഭയിൽ എത്തിയിട്ടുണ്ട് എന്നത് മാറ്റിവെക്കുന്നില്ല. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്തിയതിനു ശേഷം പാർട്ടിക്കകത്ത് വലിയ പ്രശ്നങ്ങളാണ് ഉടലെടുത്തിരിക്കുന്നത്. സംഘടന ചലിക്കുന്നില്ല, ബൂത്ത് സമ്മേളനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. അതായത് ബൂത്ത് തല സമ്മേളനങ്ങൾ നടത്തണമെന്ന് ബി.ജെ.പിയുടെ സംസ്ഥാന കമ്മിറ്റി തീരുമാനമായിരുന്നു. 10% ബൂത്ത് സമ്മേളനങ്ങൾ മാത്രമാണ് ഇതുവരെ പൂർത്തീകരിച്ചത്. വോട്ടർ പട്ടികയിൽ 15 ലക്ഷം പുതിയ വോട്ടർമാരെ ചേർത്താനായിരുന്നു ബി.ജെ.പി തീരുമാനം. കേവലം 3 ലക്ഷത്തിനടുത്ത് വോട്ടർമാരെ മാത്രമാണ് പുതുതായി ചേർത്തത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതോടുകൂടിയാണ് മുരളീധര പക്ഷവും അതോടൊപ്പം തന്നെ കെ സുരേന്ദ്രനെ അനുകൂലിക്കുന്നവരും രാജീവ് ചന്ദ്രശേഖരനെതിരെ വാളോങ്ങിയിരിക്കുന്നത്. ബി.ജെ.പിയുടെ സംഘടനാ ചട്ടക്കൂടിന്റെ ഭാഗമായി നിലവിൽ സംസ്ഥാനത്ത് 30 ജില്ലകളാണ് ബി.ജെ.പി ജില്ലാ കമ്മിറ്റികളായിട്ടുള്ളത്. ഇതിൽ ഏറിയ ജില്ലാ കമ്മിറ്റികളും അധ്യക്ഷന്മാർ കെ സുരേന്ദ്രനെ അനുകൂലിക്കുന്നവരാണ്. പക്ഷേ സംസ്ഥാന കമ്മിറ്റിയിൽ കെ സുരേന്ദ്രനെ അനുകൂലിക്കുന്ന ആരും തന്നെ ഇല്ല നമുക്ക് പറയാൻ സാധിക്കും. അതായത് നിർണായകമായ ഇടപെടൽ നടത്താൻ കഴിയുന്ന ഏക വ്യക്തി കൃഷ്ണകുമാറാണ്, പാലക്കാട്ടുകാരനെ സി കൃഷ്ണകുമാർ. അതുകൊണ്ട് തന്നെ സംഘടന മൊത്തമായി രാജീവ് ചന്ദ്രശേഖർ കൈപ്പിടിയിലാക്കിയിരിക്കുന്നു. രാജീവ് ചന്ദ്രശേഖരനെ അനുകൂലിക്കുന്ന അനൂപ് ആന്റണി, ഷോൺ ജോർജ്, മുരളീധരനെയും കെ സുരേന്ദ്രനെയും എതിർക്കുന്ന MT രമേശ്, ശോഭാ സുരേന്ദ്രൻ തുടങ്ങിയ ഒരു പറ്റം നേതാക്കന്മാരാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരന്റെ സന്തത സഹചാരികളായി പ്രവർത്തിക്കുന്ന VV രാജേഷ്, S സുരേഷ് തുടങ്ങിയ നേതാക്കന്മാരാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് സംഘടനയെ കാര്യക്ഷമമായി നയിക്കാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിയുന്നില്ല എന്നൊരു വിമർശനം പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാർ ഉന്നയിക്കുകയാണ്. വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി പ്രസ്റ്റീജ് ഇഷ്യൂ ആയി കണ്ടതാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കണമെന്നത്. കാരണം ബി.ജെ.പി കഴിഞ്ഞ തവണ രണ്ടാമതെത്തിയ കൗൺസിലർമാരുടെ എണ്ണത്തിൽ ബി.ജെ.പിയാണ് രണ്ടാമത്. അതുകൊണ്ട് തിരുവനന്തപുരം നഗരസഭ കോർപ്പറേഷൻ പിടിക്കണം. അതിനുവേണ്ടി ആവനാഴിയിലെ അവസാന അസ്ത്രവും എടുത്തുള്ള പോരാട്ടം ബി.ജെ.പി നടത്തുകയാണ്. പക്ഷേ നിലവിൽ ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന റിപ്പോർട്ട് ബി.ജെ.പിക്ക് നഗരസഭ ഭരണം പിടിക്കാൻ പോയിട്ട് കഴിഞ്ഞ തവണത്തെ സീറ്റ് പോലും ലഭിക്കില്ല എന്നാണ് ബി.ജെ.പിയിലെ നേതാക്കന്മാർ, സംസ്ഥാന നേതാക്കന്മാർ തന്നെ, ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃനിരയിൽ പ്രവർത്തിച്ച ആളുകൾ തന്നെ പറയുന്നത്. അതോടൊപ്പം തന്നെ തൃശൂർ നഗരസഭയിൽ ബി.ജെ.പി ഒരു അഭ്യാസം നടത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട്. കാരണം തൃശൂർ ലോക്സഭാ സീറ്റ് ബി.ജെ.പി ജയിച്ചാണ്. അതുകൊണ്ട് തൃശൂർ നഗരസഭയും ഭരണം പിടിക്കാൻ ആവനാഴിയിൽ എല്ലാ അസ്ത്രങ്ങളും എല്ലാ ആയുധങ്ങളും എടുത്ത് പോരാടാനായിരുന്നു ബി.ജെ.പി തീരുമാനം. തൃശ്ശൂരിൽ ബി.ജെ.പിക്കകത്ത് വലിയ പ്രശ്നങ്ങളുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ 2 നഗരസഭയാണ് ബി.ജെ.പി ഭരിക്കുന്നത്, പന്തളം നഗരസഭയും പത്തനംതിട്ട ജില്ലയിലെ, അതോടൊപ്പം തന്നെ പാലക്കാട് നഗരസഭയും. ഇതിന് പുറമെ കൂടുതൽ നഗരസഭയിൽ ഭരണം പിടിക്കാനും ത്രിതല പഞ്ചായത്തുകളിൽ പഞ്ചായത്ത് ഭരണം പിടിക്കാനും ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ഭരണം പിടിക്കാനും ജില്ലാ പഞ്ചായത്തുകളിൽ അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഗ്രാമപഞ്ചായത്തുകളിലും അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും എല്ലാം ബി.ജെ.പി അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ട് കേരളത്തിലെത്തി. അദ്ദേഹം എല്ലാ മാസവും കേരളത്തിലെത്തി പ്രചരണ പ്രവർത്തനങ്ങൾ, തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുമൊക്കെയാണ് ബി.ജെ.പി നേതൃത്വം പറയുന്നത്. പക്ഷേ അമിത്ഷയല്ല, നരേന്ദ്രമോദിയല്ല, ആര് വന്നാലും രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായിരിക്കുന്നിടത്ത കാലത്തോളം കേരളത്തിലെ ബി.ജെ.പി ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാൻ കഴിയില്ലെന്നാണ് രാജീവ് ചന്ദ്രശേഖരനെ എതിർക്കുന്ന ഗ്രൂപ്പുകാർ പറയുന്നത്. കാരണം സംഘടനാ പ്രാവീണ്യമില്ലാത്ത, സംഘടനാ പ്രവർത്തന പരിചയമില്ലാത്ത രാജീവ് ചന്ദ്രശേഖരന് ഒന്നും ചെയ്യാൻ, സംഘടനയെ ചലിപ്പിക്കാൻ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെയാണ് ബി.ജെ.പിയുടെ നേതാക്കന്മാർ രഹസ്യമായും പരസ്യമായും പറയുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നിലവിൽ രാജീവ് ചന്ദ്രശേഖരൻ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷമുള്ള സംഘടനാപരമായ മുഴുവൻ കാര്യങ്ങളും എഴുതി തയ്യാറാക്കി ദേശീയ നേതൃത്വത്തിന് പരാതി നൽകാൻ ഒരു വിഭാഗം തീരുമാനിച്ചിരിക്കുന്നത്. കൃത്യമായി ദേശീയ നേതൃത്വത്തെ ഇക്കാര്യമെല്ലാം ധരിപ്പിക്കാനാണ് ഒരു വിഭാഗത്തിന്റെ തീരുമാനം. അത്തരത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ പ്രകടനം മോശമാവുകയാണെങ്കിൽ, കഴിഞ്ഞ തവണത്തെ വോട്ട് ശതമാനം പോലും നേടാൻ കഴിയില്ലെങ്കിൽ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് രാജീവ് ചന്ദ്രശേഖരനെ
മാറ്റണമെന്ന മുറവിളി ഉയരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നിലവിൽ നേരത്തെ കെ സുരേന്ദ്രൻ പ്രസിഡന്റായ സമയത്ത് ബി.ജെ.പിയുടെ സംഘടനാ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ RSS ഒരു സംഘടനാ സെക്രട്ടറിയെ നൽകിയിരുന്നു. BL സന്തോഷിനെ പോലെയുള്ള ഗണേശിനെ പോലെയുള്ള ആളുകൾ ബി.ജെ.പിയെ നിയന്ത്രിച്ചിരുന്നു. പക്ഷേ നിലവിൽ ഒരു സംഘടനാ സെക്രട്ടറിയെ നൽകാൻ ഇതുവരെ RSS തീരുമാനമെടുത്തിട്ടില്ല. കേരളത്തിലെ ബി.ജെ.പിയുടെ ഗ്രൂപ്പിസവുമായി ബന്ധപ്പെട്ട് RSS വലിയ നീരസത്തിലാണ്. അതുകൊണ്ടാണ് അവർ പുതിയ സംഘടനാ സെക്രട്ടറിയെ നൽകാത്തത്. അത് മാത്രമല്ല, രാജീവ് ചന്ദ്രശേഖർ യുവമോർച്ചയുടെയും മഹിളാ മോർച്ചയുടെയും അതോടൊപ്പം തന്നെ ABVPയുടെയും എല്ലാം കടിഞ്ഞാൻ പിടിക്കാനുള്ള ശ്രമം രാജീവ് ചന്ദ്രശേഖർ നടത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകൾ സംഘടന എന്തെന്നറിയാത്ത അല്ലെങ്കിൽ താഴെത്തട്ടിലെ സംഘടനാ പ്രവർത്തനത്തെ കുറിച്ച് കൃത്യമായി അറിയാത്ത ആളുകളാണ് രാജീവ് ചന്ദ്രശേഖരന് വേദം ഓതി കൊടുക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതെന്ന് പച്ചയായ വിമർശനം. അതൊരു ബി.ജെ.പിയിലെ ആഭ്യന്തര കാര്യമാണെങ്കിലും അത് ശരിയാണ്. കാരണം കേരള രാഷ്ട്രീയത്തിന്റെ ABCD രാജീവ് ചന്ദ്രശേഖരൻ അറിയില്ല എന്നത് യാഥാർത്ഥ്യമാണ്. അത്തരത്തിലൊരാളെ ബി.ജെ.പി പോലെയുള്ള വളർന്നുകൊണ്ടിരിക്കുന്നെന്ന് ബി.ജെ.പി അവകാശപ്പെടുന്നു. കാരണം വോട്ട് ഷെയറിൽ അവർ വലിയ വ്യത്യാസമാണ് മുൻകാല തെരഞ്ഞെടുപ്പിൽ നിന്ന് വിഭിന്നമായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. വലിയ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന കെ സുരേന്ദ്രൻ പ്രസിഡന്റായ സമയത്ത് അവർക്ക് വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ കഴിയുന്നു. അവിടെയാണ് രാജീവ് ചന്ദ്രശേഖർ എത്തിയതോടുകൂടി ബി.ജെ.പിക്ക് ഒന്നുമാകാൻ കഴിയില്ല. അടുത്ത തെരഞ്ഞെടുപ്പുകളിലെ പ്രകടനം നിലവിലെ പ്രകടനത്തെക്കാൾ വളരെ മോശമായിരിക്കുമെന്നാണ് ബി.ജെ.പി നേതാക്കന്മാർ അടക്കം പറയുന്നത്. അത് വലിയ പ്രതിസന്ധിയാണ് സംഘടനയ്ക്കകത്ത് സൃഷ്ടിക്കുന്നത്. കാരണം തമ്മിലടി ബി.ജെ.പിക്ക് വലിയ ഒരു പ്രയാസത്തിലേക്കാണ് പോകുന്നത്. രാജീവ് ചന്ദ്രശേഖർ നിലവിൽ അദ്ദേഹത്തിന്റെ പിതാവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ബംഗളൂരുവിലാണുള്ളത്. ബംഗളൂരുവിൽ ചികിത്സയിലായിരുന്ന പിതാവിന്റെ മരണത്തിന് ശേഷം അദ്ദേഹം വീട്ടിലാണുള്ളത്. എന്തായാലും രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റ് ആയതിനു ശേഷം മുമ്പെങ്കും ഇല്ലാത്ത വിധം നേരത്തെയും ബി.ജെ.പിയിൽ ഗ്രൂപ്പിസം വളരെ ശക്തമായ ഗ്രൂപ്പിസം ഉണ്ട്. MT രമേശിന്റെ വിഭാഗം ഉണ്ടായിരുന്നു, V മുരളീധര പക്ഷമുണ്ട്, അതോടൊപ്പം തന്നെ PK കൃഷ്ണദാസിനെ അനുകൂലിക്കുന്ന ആളുകൾ, K സുരേന്ദ്രനായ അനുകൂലികൾ, എല്ലാവർക്കും സ്വന്തമായി ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ നിലവിൽ രാജീവ് ചന്ദ്രശേഖരനെ എതിർക്കാൻ K സുരേന്ദ്രനും V മുരളീധരനും എല്ലാം രാജീവ് ചന്ദ്രശേഖരനെ എതിർക്കുകയാണ്. MT രമേശിനെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ പഴയ PK കൃഷ്ണദാസിനെ അനുകൂലിക്കുന്ന ആളുകൾ രാജീവ് ചന്ദ്രശേഖരനോടൊപ്പം ഒരു ഭാഗത്ത് ചേർന്ന് നിൽക്കുകയും മറുഭാഗത്ത് രാജീവ് ചന്ദ്രശേഖരന് പണിയാനുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനം കൃത്യമല്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്ന് PK കൃഷ്ണദാസിനെ അനുകൂലിക്കുന്ന ആളുകൾ പോലും പറഞ്ഞു വെക്കുകയാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. ഈ തരത്തിലാണ് ബി.ജെ.പി മുന്നോട്ട് പോകുന്നെങ്കിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലോ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ പാർട്ടി ബിഗ് സീറോ ആയി മാറുമെന്ന് ബി.ജെ.പിയുടെ നേതാക്കന്മാർ ദേശീയ തലത്തിലെ പല നേതാക്കന്മാരെയും ഇതിനകം അറിയിച്ചു കഴിഞ്ഞു. എന്തായാലും പടലപ്പണക്കം അത്ര പെട്ടെന്നൊന്നും മാറില്ല. കാരണം കെ സുരേന്ദ്രനെ പോലെയുള്ള ആളുകൾ ഗ്രൗണ്ടിൽ പണിയെടുത്ത് പാർട്ടിയുടെ തലപ്പത്തെത്തിയാൽ അദ്ദേഹത്തിന് ഒരുപാട് നെഗറ്റീവുകൾ ഉണ്ടാവും. പക്ഷെ അദ്ദേഹം ഗ്രൗണ്ടിൽ പണിയെടുത്തിട്ട് ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃപദവിയിലെത്തിയ വ്യക്തിയാണ്. പക്ഷേ രാജീവ് ചന്ദ്രശേഖരൻ അങ്ങനെയല്ല. പണത്തിന്റെ പ്രതാപത്തിന്റെ പൊങ്ക് കൊണ്ട് ദേശീയ നേതൃത്വത്തെ നേരിട്ട് കൈപ്പിടിയിൽ ഒതുക്കി ദേശീയ നേതൃത്വം നേരിട്ട് കെട്ടിയിറക്കിയ സംസ്ഥാന അധ്യക്ഷനാണ് രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹത്തിന് സംഘടനയുടെ ABCD അറിയില്ല അല്ലെങ്കിൽ സംഘടനാ പ്രവർത്തനത്തിന്റെ ABCD അറിയില്ല. മഞ്ചേശ്വരം മുതൽ പാറശാല വരെയുള്ള കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലെ പ്രവർത്തകന്മാർ ആരാണെന്ന് പോലും അല്ലെങ്കിൽ അവിടെയുള്ള പ്രാദേശിക ഭാരവാഹികൾ ആരാണെന്നോ അവരുടെ കാര്യങ്ങൾ എങ്ങനെയാണെന്നോ ഒന്നും അറിയാത്തൊരു വ്യക്തിയാണ് രാജീവ് ചന്ദ്രശേഖർ. മലയാളം പോലും കൃത്യമായി പറയാൻ അറിയാത്ത അല്ലെങ്കിൽ പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ അറിയാത്ത സംസ്ഥാന പ്രസിഡന്റിനെ മുൻനിർത്തി എങ്ങനെ തെരഞ്ഞെടുപ്പുകളെ നേരിടുമെന്നാണ് രാജീവ് ചന്ദ്രശേഖരനെ എതിർക്കുന്ന വിഭാഗം ചോദിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ബി.ജെ.പിയിലെ ഗ്രൂപ്പിസത്തിന് ശമനമില്ല. ബി.ജെ.പിയിലെ ഗ്രൂപ്പിസം മുമ്പെങ്ങുമില്ലാത്ത രൂപത്തിൽ അതിന്റെ എല്ലാ സീമകളും ലംഘിച്ച് മുന്നോട്ട് പോകുന്നു. RSS ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെട്ടില്ലെങ്കിൽ ഇടപെടുമെന്ന പ്രതീക്ഷയാണ് രാജീവ് ചന്ദ്രശേഖരനെ എതിർക്കുന്ന വിഭാഗത്തിനുള്ളത്. പക്ഷേ RSS ഏറെ നാളായി കേരളത്തിലെ സംഘടനയുടെ ഒരു വിഷയങ്ങളിലും RSS ഇടപെടുന്നില്ല. ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ബി.ജെ.പി ബിഗ് സീറോ ആയി അടുത്ത തെരഞ്ഞെടുപ്പിൽ മാറും. അത് തന്നെയാണ് ബി.ജെ.പിയിൽ ഒരു വിഭാഗത്തിന്റെ ആഗ്രഹം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് വോട്ട് വിഹിതം അല്ലെങ്കിൽ വർദ്ധിപ്പിക്കാൻ കഴിയില്ലെങ്കിൽ അല്ലെങ്കിൽ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ കഴിയില്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ രാജി ഒരു വിഭാഗം പരസ്യമായി ആവശ്യപ്പെടും. അതോടൊപ്പം തന്നെ ദേശീയ നേതൃത്വത്തിന് അവർ പരാതി നൽകും. ദേശീയ നേതൃത്വത്തിന് പരാതി നൽകിയിട്ട് രാജീവ് ചന്ദ്രശേഖരനെ ഇവിടുന്ന് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റാനുള്ള നീക്കം നടത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും ബി.ജെ.പിയിലെ കാര്യം ഒട്ടും പന്തിയല്ല. മുമ്പെങ്ങുമില്ലാത്ത വിധം ഗ്രൂപ്പിസത്തിന്റെ അതിപ്രസരത്തിലാണ് ബി.ജെ.പി ഇപ്പോൾ ഉള്ളത്.